ഷിഗല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ അല്ലെ, ഒരു ഗ്രാം നെഗറ്റീവ് ബാസില എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. നമുക്ക് കുട്ടികളിലായാലും വലിയ ആൾക്കാരിലായാലും വയറിളക്കം ഉണ്ടാക്കുന്ന ഒരുപാട് സൂക്ഷ്മാണുക്കളുണ്ട്. അതിൽ വൈറസുകളുണ്ട് അല്ലെ, വൈറസുകളാണ് കോമൺ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ആ ബാക്ടീരിയയിൽ വരുന്ന ഒരു വിഭാഗമാണ് ഈ ഷിഗല്ല എന്ന് പറയുന്നത്. ഷിഗല്ല പോലെ തന്നെ വയറിളക്കം ഉണ്ടാക്കുന്ന മറ്റു ബാക്ടീരിയകൾ നമുക്ക് അറിയാവുന്ന കുറച്ച് ബാക്ടീരിയകളുണ്ട്. ഏതൊക്കെയാണ്? കോളറ, അതുപോലെ തന്നെ സാൽമോണല്ല, അതുപോലെ ക്യാമ്പയിലോബാക്ടർ, അങ്ങനെ കുറച്ച് ബാക്ടീരിയകളുമുണ്ട്. കൂടാതെ വൈറസുകളാണ് ഒട്ടുമുക്ക പേഷ്യൻസിലും വയറിളക്കം ഉണ്ടാക്കുന്നത്. പക്ഷെ ഷിഗല്ല എങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്തമാവുന്നു നമുക്ക് നോക്കാം. ഷിഗല്ലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ മാരകമായിട്ടുള്ള ഇൻഫെക്ടിവിറ്റി അല്ലെങ്കിൽ മാരകമായിട്ടുള്ള പ്രകാരശേഷി രണ്ടുമാണ്. അപ്പം സാൽമോണല്ല പോലുള്ള ബാക്ടീരിയകൾ ഇൻഫെക്ട് ചെയ്യാൻ ഒരു 1000-ഓ 10,000-ഓ ബാക്ടീരിയ വേണം എന്നുണ്ടെങ്കിൽ ഷിഗല്ലയ്ക്ക് 10-ഓ 100-ഓ ബാക്ടീരിയ മതി ഒരാളെ ഇൻഫെക്ട് ചെയ്യാൻ. മാത്രമല്ല ക്ലോസ് കോൺടാക്റ്റിലുള്ള ആൾക്കാർക്ക് അത് വളരെ വേഗം തന്നെ ഇൻഫെക്ട് ആകുകയും ചെയ്യും. അതിന്റെ ഡേഞ്ചറസ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറി ഡയറിയ അല്ലേ, കൂടുതൽ ജലാംശ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഡയറിയാണ് ഏറ്റവും കൂടുതലായിട്ടും ഷിഗല്ല ഉണ്ടാക്കുന്നത്. ഷിഗല്ലയ്ക്ക് 4 സബ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ മിക്ക സബ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത് ഈ വാട്ടറി ഡയറിയ തന്നെയാണ്. ഈ വാട്ടറി ഡയറിയ കൂടാതെ ഡിസെൻട്രി അഥവാ ബ്ലഡ് ഇൻ സ്റ്റൂൾസ്, മോഷനിൽ കൂടെ എന്ത് പോകുന്നു, ബ്ലഡ് പോകുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ഡയറിയ രീതിയിൽ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ വാട്ടറി ഡയറിയ ഉണ്ടാക്കുന്ന ടൈപ്പ് ആണെങ്കിൽ ബ്ലഡി ഡിസെൻട്രി ഉണ്ടാക്കുന്ന ടൈപ്പുകളും കോമൺ ആയിട്ടുണ്ട്. ഷിഗല്ല ഫ്ലെക്സ്നറി എന്നൊക്കെ പറയുന്ന ടൈപ്പ് ബ്ലഡ് മോഷനിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഷിഗല്ലയാണ്. ഷിഗല്ല എങ്ങനെ പടരുന്നു, എന്താണ് ഈ മാസങ്ങളിൽ, ജൂൺ ജൂലൈ മാസങ്ങളിൽ ഷിഗല്ലയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പം കൂടുതലായിട്ട് വരുന്നത് ഫീക്കോ ഓറൽ റൂട്ട്, അതായത് മനുഷ്യ വിസർജനത്തിൽ നിന്നും ഭക്ഷണം വഴിയോ വെള്ളം വഴിയോ നമുക്ക് പകരുന്ന ഒരു അസുഖമാണ് ഷിഗല്ല എന്ന് പറയുന്നത്. അപ്പം കൂടുതലായും ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ അല്ലെങ്കിൽ മഴക്കാലം ഉണ്ടാകുന്ന സമയങ്ങളിലാണ് ഈ ജലജന്യമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഷിഗല്ലയും ഈ സമയത്ത് പടർന്നു പിടിക്കുന്നത്. കൂടാതെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ ഹാൻഡ് ഹൈജീൻ പ്രോപ്പറായി കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, മാത്രമല്ല പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഏറ്റവും കൂടുതലായി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മൾ അറേബ്യൻ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ മയണൈസ്, ഷവർമ, അങ്ങനെ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും ഈ ഷിഗല്ല പോലുള്ള ബാക്ടീരിയകൾ അല്ലെങ്കിൽ ഈ വയറിളക്കം ഉണ്ടാക്കുന്ന പാത്തോജൻസ് പടർന്നു പിടിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ ഈ സമയങ്ങളിൽ ഈ ഷിഗല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നമ്മൾ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാനിറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹൈജീൻ തന്നെയാണ്. പബ്ലിക് ലെവലിലും പേഴ്സണൽ ലെവലിലും. പബ്ലിക് ലെവലിൽ എന്താണ്? പബ്ലിക് സാനിറ്റേഷൻ സിസ്റ്റംസ് സ്ട്രോങ് ആക്കുക, വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റംസ് എല്ലാം സ്ട്രോങ് ആക്കുക. പേഴ്സണൽ ലെവലിലോ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ നമ്മൾ എന്തായാലും നന്നായി കീപ്പ് ചെയ്യണം. കൂടാതെ ഹാൻഡ് വാഷിംഗ്, ഹാൻഡ് ഹൈജീൻ എല്ലാം നന്നായി നോക്കുക. പിന്നെ ചൂസ് വാട്ട് യു ഈറ്റ് വൈസ്ലി എന്ന് പറയാം അല്ലെ, നിങ്ങൾ എന്താ കഴിക്കുന്നത് എന്നുള്ളത് വൈസായിട്ട് ഡിസൈഡ് ചെയ്യുക. ഏതൊക്കെ ഫുഡ് ഐറ്റംസ്, പഴകിയ ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക, ഇത്തരത്തിലുള്ള മയണൈസ് കലർന്ന ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക. പാടെ ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് സൂക്ഷ്മതയോടെ ഒരു കെയർഫുള്ളായി നമ്മൾ ഇരിക്കേണ്ട ആവശ്യകതയുണ്ട്.